നമ്മൾ പോകുന്നത് ഫോക്കസ് നമ്പർ 5ലേക്കാണ്. തരൂരിന്റെ വാർത്തയിലേക്കാണ്. എന്തുകൊണ്ട് തരൂരിന് മൗനം? തരൂർ മൗനവ്രതത്തിലാണ്. അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് മൗനവ്രതം. അതേസമയം ന്യൂസ് 18 ഇന്ന് കൊണ്ടുവന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത, BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്തകളിൽ തരൂർ മനസ്സ് തുറക്കുന്നു എന്നതാണ്. BJP ദൂതനോട് BJP-യിലേക്കില്ല എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി തരൂർ നൽകിക്കഴിഞ്ഞു എന്നതാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്ത. അത് BJP അംഗത്വം എന്നത് സ്വീകരിച്ചുകൊണ്ട് യാതൊരു പദവിയിലേക്കും ഇല്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെ BJP-ക്ക് തരൂർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ? അതിനുവേണ്ടിയാണോ തരൂർ പ്രവർത്തിച്ചത്? മോദി സ്തുതിയും ഓപ്പറേഷൻ സിന്ദൂർ ഡെലിഗേഷന്റെ ഭാഗമായി നടത്തിയ മറ്റ് പരാമർശങ്ങളും ലേഖനങ്ങളും ഒക്കെ തരൂർ BJP-യിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് എന്ന വലിയ വിമർശനമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ തരൂരുമായി ബന്ധപ്പെട്ട് കൃത്യമായി ദൂതന്മാർ, പ്രധാനമന്ത്രിയുടെ ദൂതന്മാർ തരൂരിനെ സമീപിക്കുന്നു. പക്ഷേ തരൂർ ഇല്ല എന്ന ഒരു മറുപടി നൽകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തരൂർ I'm very upset. You should have called. Of course, you're on my list. They have sent it to your email. That's the problem. I've checked it. नहीं है. Next time I'll send you a WhatsApp. सर आप पार्लियामेंट में बोले थे क्या? തരൂർ നമുക്കറിയാം, ഒരവസരം കിട്ടിയാൽ തരൂർ സംസാരിച്ചാൽ അതൊക്കെ വിവാദമാകുന്ന സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ മൈക്ക് നീട്ടുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ കടന്നു പോകുന്ന തരൂരിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇന്ന് സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഭാഗമായി സംസാരിക്കാനില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ തരൂർ തന്നെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാകും തരൂർ അങ്ങനെ ഒരു മൗനവ്രതത്തിലേക്ക് കടന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം നമുക്കറിയാം, രാജ്യമാണ് പ്രധാനം, പാർട്ടി പിന്നേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പല വേദിയിൽ തരൂർ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇന്ന് സഭയിൽ നടക്കുന്ന ചർച്ചയിൽ അങ്ങനെ എന്തെങ്കിലും പറയാനോ വിവാദമോ ഉണ്ടാക്കാനോ തരൂർ ശ്രമിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഡാൻ കുര്യന്റെ എക്സ്ക്ലൂസീവ് വാർത്തയുടെ പ്രാധാന്യവും നിൽക്കുന്നത്. തരൂർ BJP-യിലേക്കില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. BJP നേതൃത്വത്തിന് ശക്തമായ മെസ്സേജ് തന്നെ അവർ അയച്ച ദൂതന്മാരോട് തരൂർ നൽകിയിരിക്കുകയാണ്. BJP-യിൽ അംഗത്വം എടുക്കാനില്ല, അതുവഴി ലഭിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളും വേണ്ട എന്ന കാര്യം തരൂർ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ തരൂരിന്റെ മനസ്സിൽ എന്ത് എന്ന ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ നേതൃത്വത്തിന്റെ പരിപാടികളിൽ കോട്ടയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രത്തിൽ തരൂർ എത്തുകയും അവിടെ വലിയ VIP സ്വീകരണം തരൂരിന് ലഭിക്കുകയും ചെയ്തതാണ്. തരൂർ കേരളം തന്നെ ലക്ഷ്യമിടുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു അത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായും ഒക്കെ ശക്തമായ ബന്ധം തരൂർ പുലർത്തുന്നു എന്നതിന്റെ സൂചനയായിരുന്നു അത്. അതിന് പിന്നാലെ BJP-യിലേക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കുക കൂടി ചെയ്ത ഒരു സാഹചര്യം വരുമ്പോൾ തരൂരിന്റെ മനസ്സിൽ എന്ത് എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. അവിടെ തരൂർ എന്ത് നീക്കം നടത്തുന്നു എന്നത് വളരെ പ്രസക്തമാണ്. പക്ഷേ അനുനയത്തിനില്ല കോൺഗ്രസ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അത്രമാത്രം തിരിച്ചടികൾ അല്ലെങ്കിൽ ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തരൂരുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അനുനയത്തിന് കോൺഗ്രസ് നേതൃത്വം ഉടനൊന്നും തയ്യാറാകില്ല എന്ന വിവരം കൂടി വരുന്നു. അപ്പോഴും തരൂരിന്റെ മൗനം എന്തിന് എന്ന ചോദ്യം ബാക്കിയാകുന്നു.